അവർ ഈ രണ്ട് കക്ഷികളുടെയും ഒരു കോമൺ ഫാക്ടറുണ്ട്. എന്താണെന്ന് വെച്ചാൽ രണ്ടുപേർക്ക് കരിയർ ഗ്യാപ്പ് ഉള്ളതാണ്. കരിയർ ഗ്യാപ്പ് എന്നറിയാമല്ലോ, നമുക്ക് ജോലി ഇപ്പം നമ്മൾ ലേഡീസിന് ഏറ്റവും കൂടുതൽ പ്രശ്നം ഇത് കരിയർ ഗ്യാപ്പ്. അതായത് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നു, പഠനം കഴിഞ്ഞു, നമുക്ക് ജോലിയൊന്നും ആയില്ല, നമ്മൾ പെട്ടെന്ന് 10-29 വയസ്സായി, നമ്മൾ കല്യാണം കഴിക്കേണ്ടി വരുന്നു. പിന്നെ കല്യാണത്തിൻ്റെതായിട്ടുള്ള ഉത്തരവാദിത്തങ്ങളും കുഞ്ഞുങ്ങളുടെ ഡെലിവറികളും വന്നു കഴിഞ്ഞപ്പോൾ പിന്നെ ഒരു കുഞ്ഞു കൂടി നമുക്ക് ജോലി കിട്ടാഞ്ഞുകൊണ്ട് പിന്നെ ഒരു കുഞ്ഞു കൂടി നമ്മൾ ജനിക്കുന്നു. അങ്ങനെ വരുമ്പോൾ നമുക്ക് 35 വയസ്സാകുന്നു, നമുക്ക് കരിയർ ഗ്യാപ്പായി പോകും. പിന്നെ നമ്മൾ ജന്മത്ത് ചില രക്ഷപ്പെടത്തില്ല. ദിസ് ഈസ് നോട്ട് ഒരു സിമ്പിൾ തിങ് അല്ല, വെരി സീരിയസ് തിങ് ആണ് ഇത് ശരിക്കും. കരിയർ ഗ്യാപ്പ്, അതുപോലെ എഡ്യൂക്കേഷൻ ഗ്യാപ്പ്, ഈ കാര്യങ്ങൾ നിങ്ങൾ ഈ സാക്ഷ്യങ്ങൾ കേൾക്കണം. അതായത് കരിയർ ഗ്യാപ്പ് എങ്ങനെയാണ് അമ്മ ഇതിനെ ഫില്ല് ചെയ്യണത് എങ്ങനെയാണ് നമ്മൾ ഞെട്ടിപ്പോകും. കാര്യം അതിൻ്റെ ട്രാജഡി അനുഭവിച്ചവരെ സംബന്ധിച്ചിടത്തോളം അവർക്കറിയാൻ പറ്റും ഇറ്റ് ഈസ് ഗ്രേറ്റ് തിങ് എന്ന് വെച്ചാൽ. എപ്പോഴും അത് ഒരു വർഷം നമ്മൾ താമസിച്ചാൽ മതി, ഉടനെ നമ്മൾ പോകുന്ന സ്ഥാപനത്തിൽ നമ്മളോട് ചോദിക്കും, നിങ്ങൾ ഈ ഒരു കൊല്ലം എന്നാ ചെയ്യുകയായിരുന്നെന്ന് ചോദിക്കും. അത് അവർ പെട്ടെന്ന് ചോദിക്കത്തില്ല. ആദ്യമൊക്കെ അവർ വലിയ ആനക്കാര്യമൊക്കെ പറഞ്ഞിട്ട് ഓക്കെ എന്നൊക്കെ പറഞ്ഞിട്ട് അവർ ഇടയ്ക്ക് കയറി ഈ വെടിമരുന്ന് പൊട്ടിക്കും, ഈ ഒരു കൊല്ലം നിങ്ങൾ എന്ത് ചെയ്യുന്നത്. അതിൻ്റെ ആൻസർ കറക്റ്റ് അല്ലെങ്കിൽ അവിടെ വെച്ച് പോയി സംഭവം. സോ അത് നിങ്ങൾക്ക് അതിൻ്റെ ഫ്ലോ പോയില്ലേ, എഡ്യൂക്കേഷൻ്റെ ട്രെയിനിങ്ങിൻ്റെ എക്സ്പീരിയൻസ് ഫ്ലോ പോയി. അപ്പോൾ നിങ്ങൾ അയോഗ്യരായി. ഉടമ്പടി ഭാഷ പറഞ്ഞാൽ യു ലോസ്റ്റ് യുവർ മെറിറ്റ്. അതാണ് പ്രശ്നം, മെറിറ്റ് പോവുകയാണ്. ഞാൻ എപ്പോഴും നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, ഉടമ്പടി മാത്രമേ നോട്ട് ബൈ മെറിറ്റിൽ വർക്ക് ചെയ്യുന്ന ഒരു പ്രാർത്ഥനാ രൂപമുള്ളൂ. വേണമെങ്കിൽ കുറച്ചുകൂടി വ്യക്തമായി പറഞ്ഞാൽ ഉടമ്പടിയാണ് മെറിറ്റ്. ഇപ്പോൾ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം രണ്ട് കാര്യങ്ങളാണ്. ഇപ്പോഴല്ല ഇതൊരു തീരുമാനമായത്. പണ്ട് മുതലേ മനുഷ്യൻ്റെ ജീവിത പ്രശ്നങ്ങളെ അവനെ സൃഷ്ടിച്ചപ്പോൾ തന്നെ ദൈവം വളരെ സീരിയസ് ആയിട്ട് അതിനെ അഭിവീക്ഷിച്ചു എന്നുള്ള കാര്യം വേദഗ്രന്ഥത്തിൻ്റെ വായിച്ചെടുക്കുന്ന സത്യമാണ്. ഒരു മനുഷ്യൻ അവൻ്റെ കാലങ്ങളിൽ അവനെ ഏൽപ്പിച്ച ഉത്തരവാദിത്തം പൂർത്തിയാക്കുന്നതിൻ്റെ ഇടയിൽ അവന് വരുന്ന വെല്ലുവിളികളെ ഹൗ ക്യാൻ വി കൺഫ്രണ്ട് ഇൻ ദ സ്പിരിറ്റ് ഓഫ് ദി ബൈബിളിൻ്റെ ഒരു സ്പിരിറ്റിൽ. അപ്പോൾ ദൈവം എന്നെ അതിനെ കണ്ടത്, വിഷയങ്ങളെ കണ്ടത് എന്താണ്, ഒരു മനുഷ്യന് ഫ്ലോപ്പ് അല്ലെങ്കിൽ പരാജയമോ സംഭവിക്കാൻ സാധ്യതയുണ്ടെങ്കിൽ ഒരു ബേസിലാണ്, മെറിറ്റിലാണ് സംഭവിക്കാൻ സാധ്യതയുള്ളത്. ഈ മെറിറ്റ് എന്ന് വെച്ചാൽ യോഗ്യത അല്ലേ. ഇപ്പോൾ കരിയർ ഗ്യാപ്പ് വരുമ്പോൾ ഇപ്പോൾ നിഷ തോമസിൻ്റെ നിലമ്പൂരിൻ്റെ സാക്ഷ്യം എന്താണ്, എനിക്ക് എഡ്യൂക്കേഷൻ ഗ്യാപ്പുണ്ടെന്ന്. എനിക്ക് എഡ്യൂക്കേഷൻ ഗ്യാപ്പുണ്ട്, ചില പഠിക്കാൻ പറ്റിയില്ല, അത് കാരണം ഞാൻ ഇംഗ്ലീഷിൽ ബാക്കാണ്. അപ്പോൾ എന്താ അവൾ പറയാതെ പറഞ്ഞത് എന്താണ്, എനിക്ക് മെറിറ്റില്ലെന്നായി പറയണത്, എനിക്ക് മെറിറ്റില്ല. ഒക്കെ എന്നാ ചെയ്യേണ്ടത്, അവൾക്ക് ഭയങ്കര കൊതിയാണ് സൗദി പോയി ജോലി ചെയ്യണമെന്നുള്ള പണ്ട് പോലെ. അപ്പോൾ എങ്കിലും നമുക്ക് മെറിറ്റില്ലെങ്കിലും ഇവളിതിന് ആഗ്രഹിക്കും ഉള്ളിൽ. നമ്മൾ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇതാണ്, മെറിറ്റ് ഇല്ലെങ്കിലും ആഗ്രഹിക്കുന്ന ഒത്തിരി ആൾക്കാർ ഉണ്ട്. പക്ഷേ അവർ മാനുഷികമായിട്ടാണ് അങ്ങനെ ആഗ്രഹിക്കുന്നത്. അവിടെ ഓരോ മനുഷ്യർക്കും ഓരോ സ്വപ്നം ഉണ്ടാകത്തില്ല, അത് സ്വകാര്യമാണ്. നിങ്ങളുടെ സ്വകാര്യ സ്വപ്നങ്ങളെ ഉണ്ടാകാം, പക്ഷെ അത് സ്വകാര്യമായിട്ട് മാത്രം ഇരുന്നാൽ അത് ചുമ്മാ അതൊരു മാനുഷികമായി പോകും. ഈ സ്വകാര്യ സ്വപ്നങ്ങളെ നമ്മൾ ദൈവത്തിൻ്റെ സ്വപ്നങ്ങളിലേക്ക് നിങ്ങൾ ചേർത്ത് വെക്കാൻ നിങ്ങൾക്ക് കഴിയണം. അത് നിങ്ങളുടെ വിശ്വാസം കൊണ്ടോ ദൈവസ്നേഹം കൊണ്ടോ ഒക്കെയാണത് കഴിയണത്. ഈ വിശ്വാസം ദൈവസ്നേഹം എന്നൊക്കെ പറയുമ്പോഴേ അത് പാരമ്പര്യമായ വാക്കാണ്, കുറേ കേട്ട് തേഞ്ഞു പോയ ഒരു വാക്കാണ്. പക്ഷേ ഇതല്ലാതെ വേറൊരു വാക്കതിനില്ലതാനും, അതാണ് സംഭവം. നമുക്ക് വേറെ ഇല്ല. ഇപ്പം ഹൃദയം എന്ന് പറഞ്ഞ വാക്ക് നമ്മൾ എത്രയോ വർഷമായിട്ട് കേൾക്കണതാണ്. പക്ഷേ അത് കേട്ടത് കൊണ്ടും അത് പഴയ വാക്കാണെന്ന് പറഞ്ഞത് കൊണ്ടും ഹൃദയത്തിന് സബ്സ്റ്റിറ്റ്യൂഷൻ ഇല്ലല്ലോ. ഉണ്ടോ? ഇല്ല. ഹൃദയം തന്നെ ഇപ്പോഴും ഉള്ളൂ, അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പറ്റത്തില്ല. ഇതുപോലെ വിശ്വാസം എന്ന് പറഞ്ഞാൽ എപ്പോഴും നിങ്ങൾ നോക്കേണ്ട ഒരു വിഷയം, നമ്മൾ ദൈവത്തോട് പ്രാർത്ഥിക്കേണ്ടത് വിശ്വാസത്തിൻ്റെ അകത്ത് ഒരു
60% ദൈവസ്നേഹം എൻ്റെ കണ്ടൻറ്റ് വൈസ് ദൈവസ്നേഹം നിറയണം. മനസ്സിലായി? ഞാൻ പറഞ്ഞ മനസ്സിലായി. നിങ്ങളിൽ വിശ്വാസമുണ്ട്, പക്ഷേ ഇത് ഫുൾ വിശ്വാസമാണ്, അതിനകത്ത് ദൈവസ്നേഹമില്ല, അതുപോലെ തന്നെ പ്രത്യാശയുമില്ല. വിശ്വാസമാണ്, പക്ഷേ എന്തുകൊണ്ടാണ് ഈ വിശ്വാസം വർക്ക് ചെയ്യാത്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, വിശ്വാസം വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ കണ്ടൻറ്റ് ബേസ് അതിൻ്റെ അകത്ത് ദൈവസ്നേഹം ഉണ്ടാകണം. പിന്നെന്താ ഉണ്ടാകണം? ദൈവസ്നേഹത്തിൽ അധിഷ്ഠിതമായ പ്രത്യാശ ഉണ്ടാകണം. ഇനി അതുകൂടാതെ ഇൻ കേസ് നമ്മളുടെ ആഗ്രഹത്തിന് ബദലായി ദൈവികമായ ആഗ്രഹം പിടിമുറുക്കിയാൽ സബ്മിഷൻ നിങ്ങൾ തയ്യാറായിരിക്കണം. പറഞ്ഞ മനസ്സിലായില്ലേ? ഇത് ആധ്യാത്മിക ശാസ്ത്രത്തിൽ അടിസ്ഥാനപരമായി മനസ്സിലാക്കേണ്ട സത്യങ്ങളാണ്. ഒന്ന്, വി മസ്റ്റ് ഹാവ് ഫെയ്ത്ത്. ഓക്കെ, ഈ ഫെയ്ത്ത് കൊണ്ട് വർക്ക് ചെയ്യത്തില്ല. നിങ്ങൾക്ക് 2-3 കോടി കടമാണെന്ന് വിചാരിച്ചോ, അപ്പം നിങ്ങൾക്ക് മാക്സിമം ചെയ്യാൻ പറ്റണം, നിങ്ങൾക്കുള്ള സ്ഥലമോ കമ്പനിയൊക്കെ വിറ്റ് മാറ്റാനേ പറ്റത്തുള്ളൂ. നിങ്ങൾക്ക് തന്നെ ബേസിക്കായിട്ട് അറിയാം, കമ്പനി വിറ്റാലും 1.5 കോടിയേ കിട്ടത്തുള്ളൂ. അത് വിൽക്കണം, വിൽക്കുന്നില്ലാത്തടത്തോളം കാലം പലിശ കൂടിക്കൊണ്ടേയിരിക്കും എന്നറിയാം. ദാറ്റ് മീൻസ് ഇത് നമ്മൾക്ക് എടുത്താൽ പൊങ്ങാത്തൊരു സംഭവമാണെന്ന് വിചാരിച്ചോ. സാധാരണ ആൾക്കാർ എന്താ ചെയ്യണത്? ചില ആൾക്കാർ വേണമെങ്കിൽ ആത്മഹത്യ ചെയ്ത് കളയും. അത് പിന്നെ അവർ പോട്ടെ, അത് അവർക്ക് വിശ്വാസമില്ല, പിന്നെ എന്നാ ചെയ്യാനാണ്? വിശ്വാസമില്ലല്ലോ അവരതിനെ അതിജീവിക്കാൻ വേണ്ടിയുള്ള ആംബിയർ ഇല്ല. ഇപ്പോൾ വെന്റിലേറ്റർ വെച്ച് കൊടുത്തു, വെന്റിലേറ്റർ മാറ്റിയ ആൾ ചാകുമെങ്കിൽ ചത്തുപോകാനല്ലേ മെഡിക്കൽ സയൻസ് പറയത്തുള്ളൂ. വെന്റിലേറ്റർ വെച്ച് കൃത്രിമമായിട്ട് ശ്വാസം ഉണ്ടാക്കാം, അതെടുത്ത് മാറ്റിയ ആൾ തട്ടിപ്പോയെങ്കിൽ വേറെ എന്തിനാണെങ്കിൽ ജീവിതകാലം മുഴുവൻ വെന്റിലേറ്റർ വെക്കാൻ പറ്റുമോ? ഓരോ വെന്റിലേറ്ററിൻ്റെയൊക്കെ ഓരോ മണിക്കൂറിന് 700 രൂപയൊക്കെ ചോദിക്കണം ചിലയിടത്തൊക്കെ. അപ്പോൾ അത് അഫോർഡബിൾ അല്ല. അപ്പോൾ എൻ്റെ മക്കൾക്ക് മുമ്പിലുള്ള ചാൻസ് എന്താണ്? നിങ്ങൾ എങ്ങനെയെങ്കിലും ബേസിക്കായിട്ട് ആദ്യം വിശ്വാസം സ്വീകരിക്കണം. കാര്യം ഇപ്പോൾ വിശ്വാസം ഇല്ലെന്നല്ല, ഒരു പാരമ്പര്യമായ മിനിമം വിശ്വാസം നമുക്കുണ്ട്. ഇതിന് അപ്ഡേഷൻ സംഭവിക്കാത്തതിൻ്റെ കാരണം നിങ്ങളൊരു സീരിയസ് പ്രോജക്റ്റ് വരാത്തത് കൊണ്ടാണ്. പത്താഴം പെറ്റു, ചക്കി കുത്തി, അമ്മ വെച്ചു, ഞാനുണ്ടെന്നും പറഞ്ഞിങ്ങനെ നടക്കുന്ന ഈ ആന്തരിക ജീവിതമില്ലേ, അവിടെ വിശ്വാസം പിക്കപ്പ് ചെയ്തു വരത്തില്ല. എന്താ കാര്യം? എല്ലാം റെഡിമെയ്ഡ്, റെഡി ടു ഇൻസ്റ്റൻറ്റ് ബ്രേക്ക്ഫാസ്റ്റായിട്ട് ഇങ്ങനെ നമുക്ക് ജീവിതത്തിൻ്റെ എല്ലാം കിട്ടി വരത്തില്ലേ. ഈ ജീവിതത്തിലെല്ലാം കിട്ടി വരണത് ആധ്യാത്മിക ജീവിതത്തിൽ പറഞ്ഞാൽ നമുക്ക് ലഭിക്കുന്ന ഒരു ശാപമാണ് ശരിക്കും. നമുക്ക് ബ്ലെസ്സിങ് തോന്നാമെങ്കിലും അതായത് കേഴ്സ് ഡിസ്കൈസ്ഡ് ഇൻ ദ ഫോം ഓഫ് ബ്ലെസ്സിങ്, അതായത് ഒരു ശാപമാണ്, പക്ഷേ അത് ബ്ലെസ്സിങ്സിൻ്റെ വേഷം കെട്ടി വന്നിരിക്കുകയാണ്. എന്താണ്? എവറിത്തിങ് ഈസ് ഗിവൺ. ദിസ് ഈസ് ലൈഫിൽ അച്ഛൻ പറഞ്ഞാൽ മനസ്സിലാകുന്നുണ്ടോ? അതായത് എല്ലാം ഓരോരോ കാര്യത്തിന് സഹായിക്കാൻ ഓരോരുത്തരും ഓരോ സമയത്ത് എന്ത് വേണം എന്നും പറഞ്ഞ് നിങ്ങൾക്ക് നിൽക്കുന്നുണ്ടെങ്കിൽ നിങ്ങളൊരു ട്രയലിലാണ്, നിങ്ങളൊരു പരീക്ഷണ ഘട്ടത്തിലാണ്. വെച്ചാൽ നിങ്ങൾക്ക് എന്ത് വേണം, ഏത് വേണമെന്ന് പറഞ്ഞ് സഹായിക്കാൻ ഒക്കെ ഓരോരുത്തർ എവിടെയും ജനിച്ച കാലം മുതൽ തന്നെ ഉണ്ടെങ്കിൽ നിങ്ങൾ ഒരു വലിയ പ്രതിസന്ധിയിലാണ് നിൽക്കണത്. എന്താ കാര്യം വെച്ച് കഴിഞ്ഞാൽ ഈ അണ്ണന്മാരെല്ലാം കൂടി ദൈവം നിങ്ങളിലേക്ക് വന്ന് നിങ്ങൾ ദൈവമായിട്ട് ഇടപെടുന്ന ഒരു സാഹചര്യം തന്ത്രപരമായിട്ട് പിശാച് ഒഴിവാക്കുകയാണ്. അപ്പൻ്റെ വേഷത്തിലും അങ്കിളിൻ്റെ വേഷത്തിലും ആൻറ്റിയുടെ വേഷത്തിലും ഒക്കെ വിഷം കെട്ടി വന്നിരിക്കണ പിശാചാണ്. നിങ്ങൾക്ക് മനസ്സിലായി, നിങ്ങളോർക്കും വലിയ ആശ്വാസമായി പോയില്ല എന്ന് ഓർക്കും. അവിടെ അങ്കിളുണ്ടായിരുന്നു, UK ചെന്നപ്പോൾ ആൻറ്റി ഉണ്ടായിരുന്നു, അവിടെ ചെന്നപ്പോൾ അപ്പൻ്റെ ബ്രദറുണ്ടായിരുന്നു. ഇങ്ങനെ ഓരോരുത്തർ സഹായിക്കുമ്പോൾ നിങ്ങൾക്ക് സംഭവിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ദൈവത്തിന് നേരിട്ട് സഹായിക്കാൻ പറ്റാത്ത ദൈവത്തിൻ്റെ ഭാഗങ്ങളെ ഈ അണ്ണന്മാർ തന്ത്രപരമായിട്ട് പിശാച് അവരെ ഏൽപ്പിച്ചിട്ട് അടിച്ചു മാറ്റിയിട്ട് അങ്കിളെ നിങ്ങൾക്ക് സഹായിക്കും, അല്ലെങ്കിൽ ആൻറ്റി സഹായിക്കും, അപ്പൻ്റെ ചർച്ചക്കാർ സഹായിക്കും. പക്ഷേ നിങ്ങൾക്കിതെല്ലാം ജോലി കിട്ടും, നിങ്ങൾക്ക് ശമ്പളം കിട്ടും, നിങ്ങൾ കല്യാണം കഴിക്കും, നിങ്ങൾ വീട് വെക്കും, നിങ്ങൾക്ക് പ്രൊമോഷൻ കിട്ടും, ഹൈഫൈവായിട്ട് നിങ്ങൾ ജീവിക്കും, അവസാനം ചത്തുപോകും. പരിപാടി തീർന്ന്. കാര്യം എന്താ? ഈ ആൾക്കാർക്ക് ആർക്കും നിത്യത വരെ നിങ്ങളുടെ കൂടെ വരാൻ പറ്റത്തില്ല. നിത്യത കൂടെ വരാൻ പറ്റാത്ത ഒരു പട്ടികളെയും സൂക്ഷിക്കരുത്. നിത്യത വരെ, അതായത് നിങ്ങൾക്കറിയത്തില്ലേ ഈ ആളെന്ത് ഇങ്ങനെ കിടക്കണേ? ഒറ്റ കാര്യം കൊണ്ടാണ് കിടക്കണത്.
എന്തുകൊണ്ടാണ്? നിത്യത എന്നൊരു വിഷയം നിൽക്കുന്നതുകൊണ്ടാണ്. നമ്മളെ നിത്യമായി ജീവിപ്പിക്കാൻ വേണ്ടി, നിത്യത വരെ നമ്മുടെ കൂടെ ഉണ്ടാകാൻ വേണ്ടിയാണ് ആൾ പാപത്തിന് റെമിറ്റൻസ് കൊടുക്കാൻ തീരുമാനിച്ചത്. ഞാൻ സഹായിക്കുന്നവരെ കുറ്റം പറയുകയല്ല, സഹായിക്കുന്നവരെ ദൈവത്തെക്കാളുപരി അമിതമായി ആശ്രയിച്ചുകൊണ്ട് ദൈവത്തിൽ നിന്ന് അകന്നു പോകരുത്. സ്തുതിക്കട്ടെ. ജീവിതത്തിന്റെ പ്രതിസന്ധി ഘട്ടങ്ങളിൽ മാത്രം ആശ്രയിച്ച് മുന്നേറുവാനുള്ള വലിയ കൃപ ഞങ്ങൾക്ക് പ്രദാനം ചെയ്യണമേ. വിശ്വാസം നൽകണമേ, വിശ്വാസം നൽകണമേ, വിശ്വാസം നൽകണമേ. ഹൃദയത്തിൽ നീ വരണേ, വിശ്വാസം നൽകണമേ, വിശ്വാസം നൽകണമേ, വിശ്വാസം നൽകണമേ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഒരു കൈ ഉയർത്തിക്കൊണ്ട് പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും സ്വരത്തിലെ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അപ്പോൾ ഈ റിയ ടോമിൻ്റെ സാക്ഷ്യത്തിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്നറിയാവോ? ഇവരുടെ പ്രശ്നം എന്താണ്? ഇവർ എഞ്ചിനീയർ സ്റ്റുഡൻ്റാണ്, ബിടെക് എഞ്ചിനീയറിംഗ് ആണ്. പക്ഷേ ഇവർക്ക് വേണ്ടത് യൂറോപ്യൻ കൺട്രിയിൽ, UK അവർക്ക് എൻജിനീയറിങ്ങിന് മാസ്റ്റർ ഡിഗ്രി വേണം. അതാണ് അവരുടെ ആവശ്യം. അതാണ് അവരുടെ സ്വപ്നം. അതാണ് എൻജിനീയറിങ്ങിന് അവർക്ക് മാസ്റ്റർ ഡിഗ്രി വേണം. ഇപ്പോൾ അവർക്ക് 2 കുഞ്ഞുങ്ങളൊക്കെ നല്ല കരിയർ ഗ്യാപ്പ് വന്നിട്ടുണ്ട്. പക്ഷേ കരിയർ ഗ്യാപ്പ് വന്നിട്ടുണ്ടെങ്കിലും ഇനിയിപ്പോൾ പിള്ളേരൊക്കെ വളർത്തിക്കൊണ്ട് ജീവിക്കാമായിരിക്കും അല്ലേ എന്നും പറഞ്ഞ് നിങ്ങൾ ചിലപ്പോൾ നിങ്ങളുടെ ഫയൽ ക്ലോസ് ചെയ്ത് വെക്കും. മനസ്സിലായില്ലേ? ഇനിയിപ്പോൾ പിള്ളേരൊക്കെ ആയിപ്പോയില്ലേ, ഇനിയിപ്പോൾ അതുങ്ങളെ പഠിപ്പിക്കാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സ്വാഭാവികം നമ്മളിനി എല്ലായിടത്തും ഗ്യാപ്പാണല്ലോ, ടച്ച് വിട്ടു പോയെന്നൊക്കെ പറയുകയില്ലേ. നിങ്ങൾക്ക് ടച്ച് വിട്ടു പോകാം. മേ ബി ഫ്രം ദി ലാംഗ്വേജ് യു ക്യാൻ ലോസ്റ്റ് യുവർ ടച്ച്. പക്ഷേ നിങ്ങൾക്ക് ദൈവമായിട്ട് ടച്ച് വിട്ടു പോയില്ലെങ്കിലേ നിങ്ങളെ കർത്താവിൻ്റെ പരിഗണനയിലാണ്. സ്തുതിക്കട്ടെ, സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന. ഏത് സാഹചര്യത്തിലും യേശുവേ നിന്നെ മുറുകെ പിടിക്കുവാൻ, നിന്റെ സാന്നിധ്യത്തെ യേശുവേ ചേർത്ത് നിർത്തുവാൻ വഹിക്കുന്നവൻ, എനിക്കായി കരുതുന്നവൻ, ഭാരങ്ങൾ വഹിക്കുന്നവൻ, എന്നെ കൈവിടാത്തവൻ, യേശുവൻ കൂടെയുണ്ട്, എന്നെ കൈവിടാത്തവൻ, യേശുവൻ കൂടെയുണ്ട്. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അപ്പോഴേ ഇവർക്ക് പച്ചകടാതെ സൂക്ഷിച്ചത് എന്താണ്? ദൈവമായിട്ടുള്ള ടച്ചാണ്. ലാംഗ്വേജുമായിട്ട് ടച്ച് വിട്ടു പോയിട്ടുണ്ട്, കരിയറുമായിട്ട് ടച്ച് വിട്ടു പോയി, പക്ഷേ ദൈവമായിട്ട് ടച്ച് വിട്ടു പോയിട്ടില്ല. എൻ്റെ ദൈവഭക്തല്ലേ, ഉടമ്പടി എന്താ ചെയ്യണത്? നിന്നെ ദൈവമായിട്ട് ടച്ച് ചെയ്യിക്കുകയാണ്. മനസ്സിലായില്ലേ? ദൈവമായിട്ട് നിൻ്റെ ജീവിതത്തിൽ നിൻ്റെ സ്വപ്നങ്ങളെ സാക്ഷാത്കരിക്കാൻ, നിന്നെ ഒരു വലിയ പവർ ഹൗസുമായിട്ട് നിന്നെ ടച്ച് ചെയ്യിക്കാൻ. കാര്യം ഉടമ്പടി ബൈബിളിലെ എല്ലാ പേജുകളിലും ഉടമ്പടിയുടെ വാട്ടർമാർക്കാണ് ഉള്ളത്. നമ്മൾ ബൈബിൾ പരിശോധിക്കുമ്പോൾ എല്ലാ പേജിലും ഉണ്ടാവും ഉടമ്പടിയുടെ ഒരു വാട്ടർമാർക്ക്. ബൈബിളിൻ്റെ ഒരു സെക്യൂരിറ്റി നമ്മൾ ത്രെഡ് എന്ന് പറയത്തില്ലേ, സെക്യൂരിറ്റി ത്രെഡ് എന്ന് പറയണത് ഈ ഉടമ്പടിയുടെ വാട്ടർമാർക്കാണ്. എന്നുവെച്ചാൽ ഉടമ്പടിയുടെ ഛായ
പരമായിട്ടുള്ള അതിൻ്റെ സൊല്യൂഷൻസ് അല്ല ഇക്വേഷൻസ് എല്ലാ പേജിലും കാണും. അതാണ് ബൈബിളിൻ്റെ അതോറിറ്റി എന്ന് പറയണത്. കാര്യം ബൈബിൾ ബേസിക്കായിട്ട് ഉടമ്പടി ബുക്കാണല്ലോ. മോസസിൻ്റെ കാലത്ത് ആദ്യമായി പരിശുദ്ധാത്മാവ് മോസസിലൂടെ ബൈബിൾ എഴുതാൻ തുടങ്ങുന്ന സമയത്ത് മോസസ് തന്നെ വിളിച്ചിരുന്ന പേര് ഉടമ്പടി ബുക്ക് എന്നാണ് വിളിച്ചിട്ടുണ്ടിരുന്നത്, ബൈബിളെന്നല്ല വിളിച്ചത്. അപ്പോൾ ബൈബിള് അപ്പോൾ തന്നെ എന്ത് വിശുദ്ധ ഗ്രന്ഥം ഉൽപ്പത്തി തൊട്ട് വെളിപാട് വരെ അത് ഒരു ബുക്ക് ഓഫ് കോവനൻ്റാണ്, ഉടമ്പടി ബുക്കാണ്. അതുകൊണ്ട് അതിൻ്റെ എല്ലാ പേജുകളിലും ഉടമ്പടിയുടെ വ്യത്യസ്തങ്ങളായ ഛായകൾ ഇങ്ങനെ വാട്ടർമാർക്ക് പോലെ ജല ഛായ പോലെകളിങ്ങനെ കിടക്കും. അതിനകത്ത് ഒരു വചനമാണ് നമ്മൾ 14:23 യോഹന്നാൻ്റെ സുവിശേഷം. യോഹന്നാൻ്റെ സുവിശേഷം 14:23 ഒന്ന് വായിച്ചോളൂ. നിങ്ങൾ എന്നെ സ്നേഹിക്കുകയും എൻ്റെ വാക്ക് നിങ്ങളിൽ നിലനിൽക്കുകയും ചെയ്താൽ പിന്നെന്താ സംഭവിക്കുക? അതിൻ്റെ സംഭവം എന്താണ്? അത് ഉടമ്പടി. അതായത് നിങ്ങൾ ഉടമ്പടി ചെയ്താൽ എന്നുള്ള വാക്കാണ് വരണത്. നിങ്ങൾ എന്നെ സ്നേഹിക്കുകയും എൻ്റെ വാക്ക് നിങ്ങളിൽ, വായിച്ചോളൂ. യോഹന്നാൻ 14:23 എന്നെ സ്നേഹിക്കുന്നവൻ എൻ്റെ വചനം പാലിക്കും. ഒന്നേറ്റ് പറഞ്ഞ്, എന്നെ സ്നേഹിക്കുന്നവൻ എൻ്റെ വചനം പാലിക്കും. ഓക്കെ, വായിച്ചോളൂ. അപ്പോൾ എൻ്റെ പിതാവ് അവനെ സ്നേഹിക്കുകയും ഞങ്ങൾ അവന്റെ അടുത്ത് വന്ന് അവനിൽ വാസമുറപ്പിക്കുകയും ചെയ്യും. ഇതാണ് ഇതിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത്. മനസ്സിലായില്ലേ? എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്നേഹമാണ് എൻ്റെ ബേസിക്. ഉടമ്പടി എടുക്കാൻ പോകുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ആദ്യം നമ്മൾ ആത്മോശോധന ചെയ്യണത് എന്താണ്? കർത്താവേ, എനിക്ക് അങ്ങയുള്ള സ്നേഹത്തെ ഒന്ന് വർദ്ധിപ്പിക്കണമേ. കാര്യം ഉടമ്പടി ദൈവസ്നേഹത്തിൻ്റെ പദ്ധതിയാണ്. ഒന്ന് പ്രാർത്ഥിച്ച്, കർത്താവേ, എനിക്ക് അങ്ങയോടുള്ള സ്നേഹം വർദ്ധമാനമാക്കണമേ. ഇതൊരു ബേസിക് പ്രെയറാണ്. എന്താ കാര്യം? എന്താ സംഭവിക്കണത്? നിങ്ങൾ എന്നെ സ്നേഹിക്കുമ്പോൾ എന്താ സംഭവിക്കണം? എൻ്റെ ഇഫക്റ്റ് എന്താണ്? നിങ്ങൾ എൻ്റെ വാക്ക് നിങ്ങൾ പാലിക്കും. എന്ന് വെച്ചാൽ അവൻ പറയണ പോലെ ചെയ്യും. അതാണ് സംഭവം. മരിയൻ ഉടമ്പടി എന്താണ്? അവൻ പറയണ പോലെ ചെയ്യുന്നതാണ്. അത് തന്നെയാണ് ആ യോഹന്നാൻ 2:5 അതേ ഉടമ്പടി ഫോർമുല തന്നെയാണ് 14:23 വരണത്. അതാണ് ഞാൻ പറഞ്ഞത്. ബൈബിളിൻ്റെ ഓരോ പേജുകളിലും ഉടമ്പടിയുടെ വാട്ടർമാർക്ക് ഉണ്ടാണ്. ബൈബിളിൻ്റെ സെക്യൂരിറ്റി എന്ന് പറയുന്നത് അതാണ്. സെക്യൂരിറ്റി ത്രെഡ് എന്ന് പറയുന്നത് അതാണ്. ബൈബിളിൻ്റെ അതൊരു വിശുദ്ധ ഗ്രന്ഥമാണ്, ദൈവം നൽകിയ ഗ്രന്ഥമാണെന്ന് പറയണത്. കാര്യം ഉടമ്പടി ബേസിലാണ് അന്ത്യം വരെ പോണത് എല്ലാപ്പോഴും. അപ്പം നമ്മൾ വിചാരിക്കുന്ന പോലെ ഒരു ഒറ്റപ്പെട്ട സംഭവമല്ല. നിങ്ങൾ ഉടമ്പടി ചെയ്യുമ്പോൾ നിങ്ങൾക്കൊരു 90 ദിവസത്തേക്ക് ഉടമ്പടി ചെയ്യാൻ പറ്റത്തില്ല. അതെപ്പോഴും ഓർത്തേക്കണം. മരിയൻ ഉടമ്പടി ആശ്രയിച്ച് അതിൻ്റെ അനുഷ്ഠാന ക്രമങ്ങൾ 90 ദിവസം ഉള്ളെങ്കിലും ബൈ റിലേഷൻ ഉടമ്പടി ബേസിക് അതിൻ്റെ പേരെന്താണ്? ബേരിദ് എന്നാണ്. ബേരിദ്, നോട്ട് കരാർ. കരാർ മീൻസ് ആൾക്കാർ തമ്മിൽ ചെയ്യുന്ന, മനുഷ്യന്മാർ തമ്മിൽ ചെയ്യുന്നതിനാണ്, സമ്മതങ്ങൾക്കാണ്, പരസ്പര സമ്മതത്തിനാണ് കരാറെന്ന് പറയുന്നത്. അത് അറബിക് ടേമാണ്. പക്ഷേ ഉടമ്പടി എന്ന് പറയുന്നത് ഹീബ്രു ടേമാണ്. ഹീബ്രു ടേമിൻ്റെ ഉടമ്പടിക്ക് കവനൻ്റ് എന്ന് നമ്മൾ ഇംഗ്ലീഷിൽ പറയുന്നുണ്ടെങ്കിലും അത് ആക്ച്വൽ ഹെബ്രായ ഭാഷയിൽ പറയണത് ബേരിദ് എന്നാണ്. ബേരിദ് ഇത് മീൻസ് റിലേഷൻ. നിങ്ങൾ ദൈവവുമായിട്ടൊരു റിലേഷനിൽ വരികയാണ്. 90 ദിവസത്തേക്കാണ് ആ റിലേഷൻ. ആണോ? നിങ്ങൾ പറയാം ആണോ? അല്ല. ഒരു അനുഷ്ഠാനക്രമം എന്ന രീതിയിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ 90 ദിവസം കഴിയുമ്പോൾ അത് ആ അനുഷ്ഠാനക്രമം അവസാനിപ്പിക്കാം. പക്ഷേ റിലേഷൻ പോകത്തില്ല. ദാറ്റ് മീൻസ് നിങ്ങൾ ദൈവവുമായിട്ട് ഒരു കരുതൽ, ഒരു നിത്യത വരെയുള്ള റിലേഷനെ ആക്കം കൂട്ടുകയും അതിനെ ബ്രഷപ്പ് ചെയ്യുകയും അതിനെ പുഷ്ടിപ്പെടുത്തുകയും ചെയ്യുന്ന ഒരു ആത്മീയ നടപടിക്രമമാണ് ഉടമ്പടി എന്ന് പറയണം, മരിയൻ ഉടമ്പടി. അപ്പം അതുകൊണ്ടാണ് എന്താണ് ഒന്നൊരു വായിച്ച വചനങ്ങൾ 14:23 എന്നെ സ്നേഹിക്കുന്നവൻ എൻ്റെ വചനം പാലിക്കും. ഒന്ന് ഏറ്റു പറഞ്ഞ സ്വരത്തിൽ, എന്നെ സ്നേഹിക്കുന്നവൻ എൻ്റെ വചനം പാലിക്കുന്നു. അപ്പോൾ എൻ്റെ പിതാവ് അവനെ സ്നേഹിക്കും. അതിൻ്റെ ഇഫക്റ്റ് എന്താണ്? വചനം പാലിക്കുമ്പോൾ എന്താ സംഭവിക്കണത്? നമ്മൾ വചനം പാലിക്കുകയാണ്. ഇപ്പം നിങ്ങൾ ഈശോ പറഞ്ഞത്, ഞാൻ രോഗിയായിരുന്നു, നിങ്ങൾ എന്നെ സന്ദർശിച്ചു. അപ്പോൾ നമ്മൾ രോഗികളെ സന്ദർശിക്കുമ്പോൾ കർത്താവിൻ്റെ വചനം നമ്മൾ പാലിക്കുകയാണ്. അപ്പോൾ വചനം പാലിക്കുമ്പോൾ എന്താ സംഭവിക്കണം? വായിച്ചോളൂ.
എൻ്റെ പിതാവ് അവനെ സ്നേഹിക്കും. അപ്പോൾ എൻ്റെ പിതാവ് അവനെ സ്നേഹിക്കും. കാര്യം മാറി, മനസ്സിലായില്ലേ? വിഷയം മാറി. ഉടമ്പടി എടുക്കുന്ന മുമ്പുള്ള അവസ്ഥ അല്ല ഇപ്പോൾ വരാൻ പോണത്. എന്താണ്? എൻ്റെ പിതാവ് രംഗത്ത് വരാൻ പോവുകയാണ്. അപ്പോൾ എൻ്റെ പിതാവ് ഉടമ്പടി വരുമ്പോൾ, ഉടമ്പടി നിങ്ങൾ വിചാരിക്കരുത് ഇത് ഈശോയുമായിട്ടാണ് ഉടമ്പടി ചെയ്യണമെങ്കിലും ഇതിൻ്റെ ഇഫക്റ്റ് വരുത്തുന്ന ആരാണ്? എൻ്റെ പിതാവ്. എൻ്റെ വായിച്ചോളൂ. എൻ്റെ പിതാവ് അവനെ സ്നേഹിക്കുകയും. എൻ്റെ പിതാവ് അവനെ സ്നേഹിക്കുകയും. ഏറ്റു പറഞ്ഞേ എൻ്റെ പിതാവ് അവനെ സ്നേഹിക്കുകയും ഞങ്ങൾ അവൻ്റെ അടുത്ത് വന്ന്. ദേവനെ കണ്ടില്ലേ? ഞങ്ങൾ എന്ന് പറഞ്ഞേ. ഞങ്ങൾ അവൻ്റെ. ഇപ്പം ഞങ്ങൾ എന്ന് പറയുമ്പോൾ ആരാണ്? പരിശുദ്ധാത്മാവ് കൂടിയായി. ഉടമ്പടി പോണ പോക്കുണ്ടില്ലേ? വെട്ടിച്ചെല്ലു പോലെ കയറി പോവുകയാണ്. നിങ്ങൾ ആശുപത്രി, ഗവൺമെൻറ് ആശുപത്രിയിൽ പോയി ഒരു രോഗിനെ കണ്ടതാണ് വിഷയം പറഞ്ഞ കണ്ട. നിങ്ങൾ ചെയ്തത്രേ. പക്ഷെ അത് ദൈവസ്നേഹത്തോടെയാണ് ചെയ്തതെങ്കിൽ സംഭവിക്കാമല്ലോ എന്താണ്? എൻ്റെ പിതാവ് അവനെ സ്നേഹിക്കുകയും. പറഞ്ഞേ, എൻ്റെ പിതാവ് അവനെ സ്നേഹിക്കുകയും ഞങ്ങൾ. ഫാദർ, സൺ ആൻഡ് ഹോളി സ്പിരിറ്റ്, ത്രിത്വൈക ദൈവം, ഏകദൈവം. അതായത് ദൈവം, ത്രിത്വൈക ദൈവം വന്ന് അവനിൽ വാസമുറപ്പിക്കുകയും ചെയ്യും. ഇങ്ങനെ വാസമുറപ്പിച്ചാൽ, മനസ്സിലായില്ലേ? അപ്പം നിങ്ങളിങ്ങനെ ചൊല്ലിക്കൊണ്ടിരുന്ന ഈ വാസം ഉറപ്പിക്കലൊന്നും നടക്കത്തില്ല, അറിയാമല്ലോ. ചിലർ എഴുതിയെന്ന് പറയും, ചിലർ ചെല്ലിയെന്നൊക്കെ പറയും. ഞാനതിനെ എതിർക്കുന്നൊന്നുമില്ല. പക്ഷേ ഇതൊന്നും അല്ല ഉടമ്പടി, മനസ്സിലായില്ലേ? ചിലർ പറയും ഞാൻ 1000 തവണ ബൈബിൾ എഴുതി, ചിലർ പറയും ഞാൻ 500 പ്രാവശ്യം പ്രത്യക്ഷ പ്രാർത്ഥന ചൊല്ലി. പക്ഷേ ഇതൊന്നും ഉള്ള ഉടമ്പടി. ഇതൊക്കെ നിങ്ങളുടെ സ്വകാര്യ വേർഷൻസാണ്. ഞാനതിനെ നിഷേധിക്കൊന്നുമില്ല. പക്ഷേ ബേസിക്കായിട്ട് ഉടമ്പടി എന്ന് പറയുന്നത് ഇങ്ങനെ കുത്തിയിരുന്ന് എഴുതണതും ചൊല്ലണതും ഒന്നുമല്ല. ബേസിക്കായിട്ട് അത് ചെയ്യണതാണ്. ചൊല്ലണ പ്രാർത്ഥനയല്ല, എഴുതണ പ്രാർത്ഥനയല്ല. ഉടമ്പടി ചെയ്യുന്ന പ്രാർത്ഥനയാണ്. നിങ്ങൾ എന്നെ സ്നേഹിക്കുകയും എൻ്റെ വചനം നിങ്ങൾ പാലിക്കുകയും ചെയ്യുമ്പോഴേ എൻ്റെ പിതാവ് വന്ന് നിങ്ങളിൽ വസിക്കും. എന്താ? എൻ്റെ പിതാവ് നിങ്ങളെ സ്നേഹിക്കുകയും, അതായത് പിതാവിൻ്റെ സ്നേഹം നമ്മളിലേക്ക് കൊണ്ടുവരാൻ ദൈവം കണ്ടുപിടിച്ച ഒരു പദ്ധതിയാണ് ഉടമ്പടി. മനസ്സിലായില്ലേ? ത്രിത്വൈക ദൈവം. അതാണ് അത് ഭയങ്കര മർമ്മമുള്ള വചനമാണ്. അതായത് ഒന്ന് പറഞ്ഞ്, നിങ്ങൾ എന്നെ സ്നേഹിക്കുകയും എൻ്റെ വചനം നിങ്ങൾ പാലിക്കുകയും അപ്പോൾ എൻ്റെ പിതാവ് നിങ്ങളെ സ്നേഹിക്കുകയും ഞങ്ങൾ വന്ന് നിങ്ങളിൽ വാസമുറപ്പിക്കുകയും ചെയ്യും. അപ്പം നമ്മളിൽ വാസമുറപ്പിക്കേണ്ടത് ആരാണ്? ദൈവമാണ്. മനസ്സിലായോ? നിങ്ങളെ കൂടാതെ പഠിച്ച കൂട്ടുകാർ കാനഡയിലുണ്ടെന്ന് പറഞ്ഞ് ഓടിയാൻ കണ്ടു ചെല്ലുന്നുണ്ട്. അതിൻ്റെയൊക്കെ അവസാനം കാണുന്ന അവസാനം എല്ലാം ദുരന്തമായിട്ട് മാറുകയാണ്. മനുഷ്യന്മാരിൽ നിങ്ങൾ ആശ്രയിച്ച് പോയാൽ പണി 8ൻ്റെ അല്ല 164ൻ്റെ പണി കിട്ടാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, ആവശ്യമില്ലാത്ത ഒരു മനുഷ്യനിലും മേ ബി അവർ നിങ്ങളെ സഹായിക്കാം, പക്ഷേ സഹായിക്കേണ്ടെന്ന എന്നൊന്നുമല്ല, അവിടെ സഹായം അന്വേഷിക്കേണ്ട എന്നൊന്നുമല്ല. പക്ഷേ നിൻ്റെ ആ ഫസ്റ്റ് ഓപ്ഷൻ ആരും അടിച്ചു മാറ്റരുത്. അത് നിങ്ങൾ ശ്രദ്ധിക്കണം. നിങ്ങളുടെ ജീവിത പങ്കാളി പോലും നിങ്ങളുടെ ഫസ്റ്റ് ഓപ്ഷൻ അടിച്ചു മാറ്റരുത്. ഫസ്റ്റ് ഓപ്ഷൻ എന്താണ്? നിൻ്റെ കർത്താവ് ദൈവം ഞാനാകുന്നു. വേറെ ആരെങ്കിലും കർത്താവ് എന്ന് വിളിക്കരുതെന്ന്. അല്ലെ, കർത്താവിൻ്റെ സ്ഥാനത്ത് കാണരുത്. മനസ്സിലായില്ലേ? കർത്താവ് എന്ന് വെച്ചാൽ നമ്മളെ നയിച്ച് ഭരിക്കുന്നവൻ. അൾട്ടിമേറ്റായിട്ട് അത് ദൈവം തന്നെയാണെന്ന് ഉടമ്പടി അർത്ഥികൾ ഉറപ്പുവരുത്തേണ്ടതാണ്. പ്രാർത്ഥിക്കുക. കർത്താവേ, എൻ്റെ ജീവിതത്തിൻ്റെ മുഖ്യമായ സ്വാധീന ശക്തിയും എന്നെ നയിക്കുന്ന പ്രേരണാശക്തിയും അങ്ങ് തന്നെയാകാൻ എൻ്റെ ആധ്യാത്മിക ജീവിതത്തെ പുനർക്രമീകരിക്കണമേ. ശ്രുതികടേ ഞങ്ങളുടെ ജീവിതത്തില് 1-ാം സ്ഥാനം നിനക്ക് മാത്രം നൽകുവാനുള്ള ഞങ്ങൾക്ക് പ്രദാനം ചെയ്യണമേ. ഒന്നാകെ വാഴ്ത്തുന്നു ദൈവപിതാ
ആരാധിക്കും നീതാ പാരിടം പാരിടം ഒന്നാകെ വാഴ്ത്തുന്നു നിന്നാമം വാഴ്ത്തുന്നു കൈകൾ വീശിക്കൊണ്ട് ഒന്നാകെ വാഴ്ത്തുന്നു പാരിടം ഒന്നാകെ വാഴ്ത്തുന്നു നിന്നാമം വാഴ്ത്തുന്നു പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇങ്ങനെ ഉടമ്പടിയിലായിരിക്കുമ്പോൾ ഇപ്പം എന്നാ സംഭവിച്ചിരിക്കുന്നത്? നിങ്ങൾ എന്നെ സ്നേഹിക്കുകയും എൻ്റെ വാക്ക് നിങ്ങൾ പാലിക്കുകയും ചെയ്യുമ്പോൾ എൻ്റെ പിതാവ് നിങ്ങളെ സ്നേഹിക്കുകയും ഞങ്ങൾ വന്ന് നിങ്ങളിൽ വാസം ഉറപ്പിക്കുകയും ചെയ്യും. ഇങ്ങനെ വാസം ഉറപ്പിക്കുമ്പോൾ എന്താ സംഭവിക്കണമെന്ന് അറിയാമോ? അതാണ് ഉടമ്പടിയുടെ ഇഫക്റ്റ് എന്ന് പറയുന്നത്. ഇങ്ങനെ വാസം ഉറപ്പിച്ചാൽ ഈശോ എന്നാ പറഞ്ഞത്? എൻ്റെ പിതാവ് എന്നിൽ വസിച്ചുകൊണ്ട് അവൻ്റെ പ്രവർത്തികൾ ചെയ്യുകയാണ്. ഒന്ന് പറഞ്ഞേ, 14:10 അല്ലേ? യോഹന്നാന്റെ സുവിശേഷം 14:10 ഒന്ന് പറഞ്ഞ്, എൻ്റെ പിതാവ് എന്നിൽ വസിച്ചുകൊണ്ട് അവൻ്റെ പ്രവർത്തനങ്ങൾ ചെയ്യുകയാണ്. ഇപ്പോൾ ഉടമ്പടി വഴി ദൈവം നമ്മളിൽ വസിക്കുകയും പിന്നെന്താ ചെയ്യണത്? ദൈവത്തിൻ്റെ പ്രവർത്തനങ്ങൾ ചെയ്യാൻ തുടങ്ങും. പറഞ്ഞ മനസ്സിലായില്ലേ? അപ്പം നമ്മുടെ മെറിറ്റിലല്ല പിന്നെ കാര്യങ്ങൾ പോണത്. നോട്ട് ബൈ മെറിറ്റ് എന്ന് ഞാൻ പറയണത് എന്തുകൊണ്ടാണ് നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ് ആകണമെന്ന് പറയുകയാണ്. ഇപ്പോൾ ഉടമ്പടിയുടെ കറക്റ്റ് ആപ്തവാക്യം എന്താണ്? Ephesians 2:8 എന്താണ്? നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ്. നിൻ്റെ യോഗ്യതയല്ല, ദൈവത്തിൻ്റെ കൃപ. ഇതെങ്ങനെയാണ് യോഗ്യത ദൈവത്തിൻ്റെ കൃപയായി കൺവേർഷൻ നടക്കണമെന്നാണ് ഈ യോഹന്നാൻ 14:23 പറയണത്. മനസ്സിലായില്ലേ? ഞങ്ങൾ വന്ന് നിങ്ങളിൽ വാസം ഉറപ്പിക്കും. അപ്പോൾ എന്നാ സംഭവിക്കണത്? അപ്പോൾ എൻ്റെ പിതാവാണ് എന്നിൽ വസിച്ചുകൊണ്ട് എന്ന് പറഞ്ഞ് യോഹന്നാൻ 14:10 വായിച്ച മോളെ. പ്രത്യുത എന്നിൽ വസിക്കുന്ന പിതാവ് ഏറ്റു പറഞ്ഞേ, പ്രത്യുത എന്നിൽ വസിക്കുന്ന പിതാവ് തൻ്റെ പ്രവർത്തികൾ ചെയ്യുകയാണ്. തൻ്റെ പ്രവർത്തികൾ ചെയ്യുകയാണ്. അപ്പം ഇനി നമ്മൾ പ്രവർത്തിക്കേണ്ട കാര്യമില്ല. പറഞ്ഞ മനസ്സിലായില്ലേ? അല്ലേ? ഇപ്പം റിയാട്ടോമിൻ്റെ സാക്ഷ്യങ്ങളിൽ റിയാട്ടോം പറയണതേ, എന്നാണെന്ന് അറിയത്തില്ല, ഉടമ്പടി എടുത്തോടുകൂടി എനിക്ക് ഒരു പരിചയവും ഇല്ലാത്ത ആൾക്കാരൊക്കെ എന്നെ സഹായിക്കാൻ തുടങ്ങിയെന്ന്. അത് ഇറ്റ്സ് എ വെരി ഗ്രേറ്റ് വിറ്റ്നസ്. വെച്ചാൽ ഇവിടെ ഓരോ മൂവ്മെൻറ്റിലും കാര്യം ഇതിന് കുറേ മാസങ്ങളെടുക്കും. ഒന്നാമത്തെ കരിയർ ഗ്യാപ്പുണ്ട്. അത് ഫില്ല് ചെയ്തിട്ട് ഇവർക്ക് വിസ വരണം. വിസയൊക്കെ വരണമെന്നുണ്ടെങ്കിലേ എന്നിട്ട് ഈ റിയ കൊണ്ടുവന്നിട്ട് അവിടെ നിന്നിട്ട് ഈ പാസ്പോർട്ട് ഇങ്ങനെ കാണിക്കുന്നുണ്ട് മാതാവിനെ. എന്തിനാ പറയണത്? എനിക്ക് അമ്മയാണ് വിസ അടിച്ച് തരണമെന്നുണ്ടെങ്കിൽ ഞാൻ പേജ് കാണിക്കുന്നുണ്ട് പാസ്പോർട്ടിൻ്റെ 24-ാം പേജെന്ന്. ഈ പേജിലാണ് അടിക്കേണ്ടതെന്ന്. സി ഹൗ ലവബിൾ ഷീസ്. നമ്മൾ ഞെട്ടിപ്പോവും. എന്നിട്ട് ആ 24-ാം പേജിൽ തന്നെ അമ്മ പാസ്പോർട്ടിൽ വിസ അടിച്ചുകൊണ്ട് വരും. നിൻ്റെ ടേംസ് ആൻഡ് കണ്ടീഷൻസ്. നിൻ്റെ ദൈവം അങ്ങനെയാണ് നിന്നെ സ്നേഹിക്കണത്. പിന്നെ അവർ പറയും സെപ്റ്റംബർ 18 എന്ന് പറയും. സെപ്റ്റംബർ 18 ഒരു ഡേറ്റാണ് 18. അതായത് 18 എന്നാണ് അവർ പറയണത്. അമ്മയോട് പറഞ്ഞ ഡേറ്റ് 18. അപ്പോൾ 18-ാം തീയതി ഉച്ചവരെ അവർ വെയിറ്റ് ചെയ്യുമ്പോൾ ഹസ്ബൻഡ് അവരോട് ചോദിക്കുകയും, എടി ഇന്ന് 18 അമ്മ അത് ചെയ്യുമെന്ന് പറയും. എന്നിട്ട് പിന്നീട് ഇവർ പ്രേയറിൽ അങ്ങോട്ട് പോവുകയാണ്. അവസാനം രാത്രി 12 മണിയില്ലേ, 12 മണിക്ക് 1 മിനിറ്റ് ഉള്ളപ്പോഴാണ്, അതായത് 19-ാം തീയതിയിലേക്ക് മാറുന്നതിന് 1 മിനിറ്റ് ഉള്ളപ്പോൾ ഇമെയിലിൽ മെസ്സേജ് വരും. നോക്കി എന്ത് ഷാർപ്പാണ്. ദാറ്റ് മീൻസ് നീ പറഞ്ഞ ഡേറ്റ് തന്നെ. അപ്പോൾ ഇത് നടക്കത്തില്ലെന്ന് ഇവൾക്കറിയാം. കാര്യം അത്രയും ബുദ്ധിമുട്ടാണ്. പക്ഷേ തന്നെ സ്നേഹിക്കുന്ന, തന്നെ വിശ്വസിക്കുന്ന, തന്നെ ജീവിക്കുന്ന ഒരാൾക്ക് വേണ്ടി ദൈവം ഏതറ്റം വരെയും പോകാൻ തയ്യാറാണ്. കൈയിടിച്ച് കർത്താവിനെ ഹല്ലേലൂയ ഹല്ലേലൂയ യേശുവേ